ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ആൾക്കാരുമായിട്ടേ ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. നിങ്ങളൊക്കെ ഈ നാട്ടുകാരല്ലേ? ഇതെന്താ ദൃശ്യം കണ്ടായിരുന്നോ? കണ്ടിരുന്നു. എന്താ പറയാനുള്ളത്? ഇതൊക്കെ തിരക്കിയിരുന്നു. എന്താ സംഭവിച്ചത് എന്താ വെച്ചാൽ ഈ അവിടെ കാലത്ത് ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പാടത്ത്. അപ്പോൾ ഇവിടുന്ന് കാറ്റടിച്ചപ്പോൾ ഫ്ലക്സ് താഴെ പൊട്ടി വീണപ്പോൾ ഇവർ കെട്ടാൻ വേണ്ടിയിട്ട് വെട്ടുകത്തിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയി. ആ കെട്ടി വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാറിൽ അവരിനെ കെട്ടാൻ പോയ ആൾക്കാരനില്ലേ, അവരിനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. ഈ കത്തിയൊക്കെ വണ്ടിയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പരിപാടിക്ക് പോകുമായിരുന്നു, അങ്ങോട്ട് വടക്കാഞ്ചേരിക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ കെട്ടാൻ പോയ ആൾക്കാർ ഇവിടെ ഇറങ്ങി. ഈ കത്തി വണ്ടിയിലുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർക്ക് എടുക്കാൻ മറന്നു. വണ്ടി മുന്നോട്ട് പോയപ്പോൾ വണ്ടിയിലിരുന്ന ആൾക്കാർ കാലും ചൂട്ടിക്ക് നോക്കിയപ്പോൾ 2 കത്തി വണ്ടിയിലിരിക്കുന്നു, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു വരുമ്പോൾ എടുക്കാൻ വേണ്ടി ഇവിടെ ഒരു കാനയുണ്ടാവും, കാനയിലേക്ക് ഇട്ടു. അപ്പോൾ വണ്ടിയിലത്തെ ആൾ തന്നെ പറഞ്ഞു അപ്പോൾ കാനയിലിടണ്ട, അവർ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കണ്ടേ, നമ്മൾ പാർട്ടി ബസ്സിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് പാർട്ടി ബസ്സിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് കത്തി പാർട്ടി ബസ്സിൽ കൊണ്ടുവച്ചു. അതാണ്ടായ സംഭവം. അപ്പോൾ വണ്ടി പുറകോട്ട് കൊടുത്തു. ആൾ നേരം വീണ നമ്മൾ ഇവിടെ പരിപാടിക്ക് പോകല്ലേ വടക്കാഞ്ചേരിയിൽ. അതെ, ഇവർ പറഞ്ഞ പാർട്ടി ഓഫീസ് തൊട്ടപ്പുറത്താണ്. ഈ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് നിന്നും ഒരു 50 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ പാർട്ടി ഓഫീസ്. അങ്ങോട്ടേക്ക് ഈ ആയുധങ്ങൾ മാറ്റിവെച്ചോ, വെട്ടുകത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ മാറ്റിവെച്ചു എന്നാണ് അവർ പറയുന്നത്. ഇത്രയാണ് ഇവർക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ മറുവിഭാഗം, ഈ ദൃശ്യം പുറത്തുവിട്ട വിഭാഗം കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. അവർ ഇത് മറ്റ് രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ കരുതിയിരുന്നു എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട്. ഇങ്ങനൊരു ദൃശ്യം പുറത്തു വന്ന സ്ഥിതിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. രമ്യ ഹരിദാസിൻ്റെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഔദ്യോഗികമായിട്ട് പരാതി കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലവിൽ പോലീസിന് പരാതി ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും ലഭിച്ചിട്ടില്ല. പക്ഷേ പൊതുവിടത്തിൽ വന്ന ദൃശ്യം എന്ന നിലയ്ക്ക് ഇത് പരിശോധിക്കാനാണ്. ഇത് നേരത്തെ നിങ്ങൾ ആ ദൃശ്യം കണ്ടിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാനിവിടെ ഉണ്ടായിരുന്നില്ലേ, ഞാൻ വേറെ വഴിക്ക് പോയിരിക്കുകയായിരുന്നു. നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയണില്ല. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ രാവിലെയാണ് വിവരങ്ങൾ അറിയണത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, വ്യക്തമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവിടെ നിങ്ങൾ രാധാകൃഷ്ണൻ്റെ പ്രചരണ ജാഥയുടെ ഭാഗമായിട്ട് ഉള്ള വാഹനത്തിൽ ആയുധങ്ങൾ കരുതിയിരുന്നുള്ളതാണ് ഇതൊരു ഭാഗത്തിൻ്റെ ആരോപണം. ഞാൻ അറിഞ്ഞിട്ടില്ല, സംഭവം അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്താണെന്നുള്ളത് ഇതാരപ്പോൾ പുറത്തു വിട്ടെന്നും എനിക്കറിയില്ല. സംഭവം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ദൃശ്യമാണ്, ആ വീട്ടിൻ്റെ CCTV ദൃശ്യമാണ്. അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് അവർ കിട്ടിയതായിരിക്കാം, അവർ പുറത്തു വിട്ടതായിരിക്കും. അങ്ങനെ ഇവിടെ വേറെ സംഘർഷാവസ്ഥ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ. എന്താണെങ്കിലും തിരഞ്ഞെടുപ്പിന്റെ 24 മണിക്കൂർ മാത്രം ദൂരം ശേഷിക്കുകയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കെ രാധാകൃഷ്ണന്റെ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ മാറ്റുന്ന ദൃശ്യങ്ങളാണ്. രമ്യ ഹരിദാസാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നതും. എന്താണെങ്കിലും ആ ദൃശ്യങ്ങളിലുള്ളവരോടൊക്കെ 10 മണിയാകുമ്പോഴത്തേനും സ്റ്റേഷനിലെത്താൻ ചേലക്കര പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്.